മ്യൂസിയത്തിൽ നിന്ന് ഒരു വില കൂടിയ മാല മോഷണം പോയി. മ്യൂസിയത്തിന്റെ മാനേജർ ഓടി അവിടേക്ക് വന്നു. എന്നിട്ട് ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ചു. മാനേജർ മെഹുലിനോട് പറഞ്ഞു, അത് ലക്ഷങ്ങൾ വിലയുള്ള മാലയാണ്. ഇവിടെ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, എന്നിട്ട് മോഷ്ടിക്കപ്പെട്ടു. മെഹുൽ മ്യൂസിയത്തിലേക്ക് വരുന്നതും പോകുന്നതുമായ ഫൂട്ടേജുകൾ നോക്കി. അതിൽ 2 ഫൂട്ടേജിൽ മെഹുലിന് സംശയം തോന്നി. ഒന്ന് വരുന്ന ഫൂട്ടേജും മറ്റൊന്ന് പോകുന്ന ഫൂട്ടേജും. നിങ്ങൾക്ക് 2 ഫൂട്ടേജും നോക്കി പറയാമോ മെഹുലിന് എന്താണ് സംശയം തോന്നിയതെന്ന്? ഈ ആൺകുട്ടിയുടെയും ഈ പെൺകുട്ടിയുടെയും വസ്ത്രങ്ങളും ഷൂസും എല്ലാം സെയിം ആണ്. മുടി മാത്രമാണ് വ്യത്യാസം. ആ മുടി കണ്ടിട്ട് വിഗ്ഗി പോലെയുണ്ട്. ഉറപ്പായും അവനായിരിക്കും അതെടുത്തത്. മെഹുൽ വീണ്ടും ആ ഫൂട്ടേജുകൾ നോക്കി. മാല മാത്രമല്ല, മറ്റെന്തൊക്കെയോ മോഷണം പോയിട്ടുണ്ട്. എന്താ, നിങ്ങൾക്ക് ഈ 2 ഫൂട്ടേജും നോക്കി പറയാമോ മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഈ ഫ്രെയിം ചരിഞ്ഞു പോയിട്ടുണ്ട്. മാല മുൻപിലാണ്, പിന്നെ എങ്ങനെയാണ് ഇത് മാറിയത്? മെഹുൽ ഫ്രെയിം മാറ്റി നോക്കിയപ്പോൾ അതിന് പിന്നിൽ ഒരു സ്പേസ് ഉണ്ട്. മാനേജർ മെഹുലിനോട് പറഞ്ഞു, ഇവിടെ ഒരു പുരാതനമായ മാപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ അയാൾ എന്തിനാണ് ആ മാപ്പ് എടുക്കുന്നത്? അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അതിൽ ഒരു നിധിയിലേക്കുള്ള വഴിയുണ്ട്. എന്നാൽ അത് വളരെ വിചിത്രമാണ്. ഇതുവരെ അവിടെ ആരും പോയിട്ടില്ല. ആ കള്ളൻ മാല മോഷ്ടിക്കാനല്ല, മറിച്ച് മാപ്പ് മോഷ്ടിക്കാനാണ് വന്നത്. മാല എടുത്തത് നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ്. മാനേജർ മെഹുലിനോട് പറഞ്ഞു, എന്റെ അടുത്ത് ആ മാപ്പിന്റെ ഒരു കോപ്പിയുണ്ട്. മാനേജർ മെഹുലിന് ആ മാപ്പ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിധിയുടെ അടുത്തേക്ക് എത്താൻ 5 സ്റ്റേജ് ഉണ്ട്. ഇതുവരെ ആരും ഒറ്റ സ്റ്റേജ് പോലും കടന്നിട്ടില്ല. അത് കടക്കുക വളരെ പ്രയാസമാണ്. ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ആ കള്ളന് മുൻപേ അവിടെ എത്തേണ്ടതുണ്ട്. മെഹുൽ ആ മാപ്പ് നോക്കി. മെഹുലിന് ആദ്യം ഒരു കാട് കടക്കേണ്ടതുണ്ട്. അവിടെ വെച്ച് മെഹുലിന് അടുത്ത ചലഞ്ചിലേക്കുള്ള വഴി കിട്ടും. മെഹുൽ തന്റെ കാറെടുത്ത് കാട്ടിലേക്ക് പുറപ്പെട്ടു. ഈ കാട് വളരെ വന്യമാണ്. മെഹുലിന് കാട്ടിൽ മഴവില്ലിന്റെ നിറത്തിലുള്ള പഴമുള്ള മരം കണ്ടെത്തണം. ആ മരത്തിൽ കയറിയാൽ മെഹുലിന് മുന്നോട്ടുള്ള വഴി കാണാം. മെഹുൽ അങ്ങനെയുള്ള 4 മരം കണ്ടു. എന്താ, നിങ്ങൾക്ക് പറയാമോ ഇതിൽ ഏത് മരത്തിലാണ് മെഹുൽ കയറേണ്ടതെന്ന്? ആദ്യത്തെ 3 മരത്തിലും ഓരോ അപകടമുണ്ട്. 4ാമത്തെ മരത്തിൽ കാൽപ്പാടുകളുണ്ട്. താഴെ മുഴുവൻ ചെളിയാണ്. അതുകൊണ്ടാണ് മരത്തിൽ കാൽപ്പാടുകൾ വന്നത്. കള്ളൻ ഈ മരം കടന്നിട്ടുണ്ട്. ഇത് അവന്റെ കാൽപ്പാടുകളാണ്. മെഹുൽ മരത്തിന്റെ മുകളിൽ കയറി. അവിടെ മെഹുലിന് കാട് മുഴുവൻ കാണാനാകും. അടുത്തായി 3 വഴിയുമുണ്ട്. എന്താ, നിങ്ങൾക്ക് ഈ 3 വഴിയും നോക്കി പറയാമോ ഏത് വഴിയാണ് ഗുഹയിലേക്കുള്ളതെന്ന്? തെറ്റായ വഴിയിലൂടെ പോയാൽ മെഹുൽ മരണപ്പെടും. നിങ്ങൾ ആലോചിക്കൂ, എന്നിട്ട് പറയൂ എ, ബി ഓർ സി. ബി എന്ന വഴിയാണ് ഗുഹയിലേക്കുള്ളത്. ഇത് നോക്കൂ. മെഹുൽ ആ വഴിയിലൂടെ കാട്ടിൽ മുന്നോട്ട് പോയി. കാട് കടന്ന് മെഹുൽ ഗുഹയുടെ മുന്നിലെത്തി. ഗുഹയുടെ മുന്നിൽ മുഴുവനും ചെളിയാണ്. മെഹുൽ ഗുഹയുടെ ഉള്ളിലേക്ക് പുറപ്പെട്ടു. പെട്ടെന്ന് മെഹുലിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. എന്താ, ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ അതെന്താണെന്ന്? ചെളി കാരണം എന്റെ കാൽപ്പാടുകൾ ഇവിടെയുണ്ട്. എന്നാൽ കള്ളന്റെ കാൽപ്പാടുകൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്? ഇൻട്രസ്റ്റിംഗ്. മെഹുൽ ആ കാര്യം അവഗണിച്ച് ഗുഹയുടെ ഉള്ളിലേക്ക് കയറി. ഗുഹയുടെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ മെഹുലിന്റെ മുകളിലേക്ക് ഒരു ഇരുമ്പ് കൂട് വീണു. അതിൽ ഒരുപാട് തേളുകളുണ്ട്. അവ താഴേക്ക് വരികയാണ്. മെഹുലിന് എത്രയും പെട്ടെന്ന് കൂട് തുറക്കേണ്ടതുണ്ട്. കൂടിന്റെ വാതിൽ നോക്കൂ. 4 ബട്ടണുണ്ട്. ബ്ലാക്ക്, വൈറ്റ്, റെഡ്, യെല്ലോ. ക്ലൂവിന് വേണ്ടി ഒരു റെയിൻബോയും ഒരു ബ്രഷുമുണ്ട്. എന്താണിത്? ലോജിക്കൽ ആർമി, നിങ്ങൾ ആലോചിക്കൂ, എന്നിട്ട് പറയൂ, ഈ ക്ലൂ ഉപയോഗിച്ച് നിങ്ങൾ ഏത് ബട്ടൺ പ്രസ് ചെയ്യും? റെയിൻബോയുടെ എല്ലാ കളറുകളും മിക്സ് ചെയ്യുമ്പോൾ ബ്ലാക്ക് കളർ കിട്ടും. അപ്പോൾ ബ്ലാക്ക് ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത്. മെഹുൽ ആ ബട്ടൺ പ്രസ് ചെയ്ത് വാതിൽ തുറന്നു. മെഹുൽ കൂടിന്റെ പുറത്ത് കടന്നു. മെഹുൽ വീണ്ടും മാപ്പ് നോക്കി. അങ്ങനെ മനസ്സിലായി ഗുഹ കഴിഞ്ഞ് ഒരു നദി കൂടി കടക്കേണ്ടതുണ്ടെന്ന്. മെഹുൽ മുന്നോട്ട് പോയി. പെട്ടെന്ന് മെഹുൽ മുൻപിലായി ഒരു നദി കണ്ടു. നദിയിൽ കല്ലുകൊണ്ടുള്ള ഒരു പാലമുണ്ട്. ഓരോ കല്ലിലും ഓരോ ഫ്രൂട്ടുണ്ട്. മെഹുൽ മാംഗോ, വാട്ടർമെലോൺ, ചീക്കു, പപ്പായ എന്നീ കല്ലുകൾ ചാടി. ഇനി ബനാന, ഓറഞ്ച് എന്നീ കല്ലുകളിൽ ഒരെണ്ണത്തിൽ മെഹുൽ ചാടണം. തെറ്റായ കല്ലിൽ ചാടിയാൽ മെഹുൽ വെള്ളത്തിൽ മുങ്ങിപ്പോകും. ലോജിക്കൽ ആർമി, നിങ്ങൾ ആലോചിക്കൂ, ഏത് കല്ലിലാണ് മെഹുൽ ചാടേണ്ടത്? ഇതിൽ എല്ലാ ഫ്രൂട്ട്സിനും സീഡുണ്ട്. എന്നാൽ ബനാനയ്ക്ക് മാത്രം സീഡില്ല. അപ്പോൾ മെഹുൽ ഓറഞ്ചിലാണ് ചാടേണ്ടത്. മെഹുൽ ഓറഞ്ചിൽ ചാടി നദി കടന്നു.
മുന്നോട്ട് പോയപ്പോൾ മെഹുൽ വലിയ വലിയ കല്ലുകൾ കണ്ടു. മെഹുൽ അതിൽ കയറാൻ തുടങ്ങി. കല്ലിന് നല്ല വഴുക്കലുണ്ട്. അതിന് 100 മീറ്റർ ഉയരമുണ്ട്. മെഹുൽ ഒരു സെക്കൻഡിൽ 4 മീറ്റർ മുകളിലേക്ക് കയറും. എന്നാൽ അടുത്ത ഒരു സെക്കൻഡിൽ മെഹുൽ 3 മീറ്റർ താഴേക്ക് പോകും. അപ്പോൾ 2 സെക്കൻഡിൽ മെഹുൽ 1 മീറ്റർ മാത്രമേ കയറുകയുള്ളൂ. നിങ്ങൾ ആലോചിക്കൂ, എന്നിട്ട് പറയൂ, 100 മീറ്ററുള്ള ഈ കല്ല് കടക്കാൻ മെഹുൽ എത്ര സെക്കൻഡ് സമയമെടുക്കും? മെഹുലിന് 193 സെക്കൻഡ് വേണം. 2 സെക്കൻഡിൽ 1 മീറ്റർ. അപ്പോൾ 192 സെക്കൻഡിൽ മെഹുൽ 96 മീറ്റർ കയറും. അടുത്ത ഒരു സെക്കൻഡിൽ മെഹുൽ 4 മീറ്റർ കയറുമ്പോഴേക്കും കല്ലിന്റെ മുകളിലെത്തും. മെഹുൽ മുകളിലെത്തി നോക്കിയപ്പോൾ അകത്തേക്ക് പോകാൻ 2 ഗുഹയുണ്ട്. ഒന്നാമത്തെ ഗുഹ തുറന്നു കിടക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ ഗുഹയുടെ മുന്നിൽ ഒരു വലിയ വാതിലുണ്ട്. നിങ്ങൾക്ക് പറയാമോ ഏത് ഗുഹയാണ് ശരിയെന്ന്? നിധിയുള്ള ഗുഹയിൽ വാതിൽ തുറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ വലതുവശത്തുള്ള ഗുഹയാണ് ശരി. എന്നാൽ എന്നിട്ട് മെഹുൽ ഇടതുവശത്തുള്ള ഗുഹയുടെ അകത്ത് കയറി. എന്തുകൊണ്ട്? എന്താ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ? ആ കള്ളന് ഇത്രയും പ്രയാസമുള്ള മാപ്പ് കടക്കാൻ സാധിക്കില്ല. ഗുഹയുടെ മുന്നിൽ അവന്റെ കാൽപ്പാടുകളുമില്ല. എന്നാൽ മരത്തിൽ മാത്രം അവന്റെ കാൽപ്പാടുകളുണ്ട്. ആദ്യം അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് പിറകെയാണ്. ഞാൻ നിധിക്കെടുത്തെത്തുമ്പോൾ അത് മോഷ്ടിക്കാനാണ് അവന്റെ പദ്ധതി. അതുകൊണ്ട് മെഹുൽ തെറ്റായ ഗുഹയുടെ ഉള്ളിൽ കയറി. അവിടെ ഒരുപാട് നിധിയുണ്ട്. ഉറപ്പായും ഇതെല്ലാം ഫേക്കാണ്. പെട്ടെന്ന് കള്ളൻ പിറകിലൂടെ വന്ന് മെഹുലിനെ തലക്കടിച്ച് ബോധം കെടുത്തി. എന്നിട്ട് കള്ളൻ ആ നിധി എടുക്കാനായി അതിന്റെ അടുത്തേക്ക് പോയി. പെട്ടെന്ന് അവന്റെ മുകളിലേക്ക് ഒരു കൂട് വീഴുകയും അവൻ അതിൽ പെട്ടുപോവുകയും ചെയ്തു. കൂടിന് ചുറ്റും തീ കത്താൻ തുടങ്ങി. ഈ നിധി എടുക്കുന്നത് അത്ര എളുപ്പമല്ല. മെഹുൽ ആ ഗുഹയുടെ പുറത്തു കടന്നു. എന്നിട്ട് രണ്ടാമത്തെ ഗുഹയുടെ ഉള്ളിൽ കയറി. അവിടെ മെഹുൽ ഒരു വലിയ വാതിൽ കണ്ടു. അത് ഒരു കോഡ് ഉപയോഗിച്ച് ലോക്ക്ഡ് ആണ്. അവിടെയുള്ള ചുവരിൽ കോഡിന് വേണ്ടിയുള്ള ഒരു ഹിന്റ് നൽകിയിട്ടുണ്ട്. എന്താ, നിങ്ങൾക്ക് ഈ ഹിന്റ് നോക്കി പറയാമോ കോഡ് എന്താണെന്ന്? ആലോചിക്കൂ. ഒന്നാമത്തെ ചിത്രത്തിൽ 4 കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ട്. അപ്പോൾ അതിന്റെ വാല്യൂ 4 ആയി. രണ്ടാമത്തേതിൽ 2ഉം മൂന്നാമത്തേതിൽ 5ഉമാണ്. നാലാമത്തെ ചിത്രത്തിൽ 5 കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ട്. അപ്പോൾ കോഡ് 5 ആണ്. മെഹുൽ കോഡ് 5 പ്രസ് ചെയ്ത് വാതിൽ തുറന്നു. അകത്ത് മെഹുൽ ഒരുപാട് നിധി കണ്ടു. മെഹുൽ പോലീസിനെ ഹെലികോപ്റ്ററിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് മുഴുവൻ നിധിയും ആളുകളെ സഹായിക്കാൻ വേണ്ടി എടുക്കാൻ പറഞ്ഞു. മെഹുൽ വീണ്ടും തെറ്റായ ഗുഹയിൽ കയറി. എന്നാൽ അവിടെ കള്ളനെ കാണാനില്ല. നിധിയും അവിടെയില്ല. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ആ കള്ളന് അത് ഫേക്ക് ആണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ അതിൽ ട്രാക്കർ വെച്ചിട്ടുണ്ട്. ഈ കള്ളന്റെ ബോസ് ആരാണ്? അത് എങ്ങനെയും മനസ്സിലാക്കണം. മെഹുൽ വ്യാജമായ നിധി ട്രാക്ക് ചെയ്ത് ഒരു പഴയ വീട്ടിലെത്തി. അവിടെ നിധിക്കൊപ്പം മ്യൂസിയത്തിന്റെ മാനേജറുമുണ്ട്. എനിക്ക് മുൻപേ അറിയാമായിരുന്നു ഇതെല്ലാം നിന്റെ പ്ലാനാണെന്ന്. ഫ്രെയിമിന്റെ പിറകിൽ വെച്ച മാപ്പിനെ കുറിച്ച് മറ്റൊരാൾ എങ്ങനെയാണ് അറിയുക? മാനേജർ എന്തിനാണ് ആ മാപ്പിന്റെ കോപ്പി എനിക്ക് തന്നത്? കാരണം ഞാൻ അവിടെ ആദ്യമേ എത്തി നിധി കണ്ടെത്തേണ്ടത് നിന്റെ ആവശ്യമായിരുന്നു. എന്നാൽ നിന്റെ പ്ലാൻ ഫ്ലോപ്പായി. മെഹുൽ അവരെ പിടികൂടി. കേസ് സോൾവ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്.